പുന്നപ്ര സമരനായകൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട്. പ്രിയൻ, ഈ വീഡിയോ ഉണ്ടോ? എന്ത് തോന്നി? അതായത് പണ്ടൊരു കഥ പറയുകയായിരുന്നു. കഥ തുടങ്ങി ഒരാൾ VS എന്ന് പറയുന്നതിന് പകരം പിണറായി എന്ന് പറഞ്ഞു അനുശോചനത്തിൽ. കഥ കഴിഞ്ഞു. അതായത് ഈ പറഞ്ഞ ആളുടെ കാര്യത്തിൽ ഏതാണ്ട് നാക്കുപിഴയാണെങ്കിൽ തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇത് വൈറലായതുകൊണ്ട് ഇനിയിപ്പം കുഴപ്പമൊന്നും ഇല്ലാത്ത വൈറലായിട്ടില്ല. നമ്മൾ സംസാരിക്കുന്ന സമയം വൈറലായിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി. അതെ. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ VSന്റെ അനുശോചനമാണ് നടക്കുന്നത്. ഈ പറയുന്ന നാക്കുപിഴയൊക്കെ ആർക്കും സംഭവിക്കാം. മനുഷ്യ സഹജമാണല്ലോ പിഴവ് എന്ന് പറയുന്നത്. മനുഷ്യനെ തെറ്റുപറ്റുള്ളൂ. എന്നാലും ഇതൊരു കുറച്ച് കടുപ്പം കൂടിയത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ VS എന്ന് പറയുന്ന പേര് ഇപ്പൊ സഖാക്കൾ കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. അതായത് 2016 തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം VS എന്ന് പറയുന്ന പേര് ഉപയോഗിച്ചത്. പിന്നെ VS എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന പേരല്ല ഇതല്ലേ. പിന്നെ ഉപയോഗിക്കുന്ന മൊത്തം പിണറായി എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നാക്കിൽ പെട്ടെന്ന് മുഖ്യമന്ത്രി എന്നുകൂടെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ആദ്യം ചേർത്ത് പോയില്ലേ. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായി നാക്കുളുക്കി പറഞ്ഞു പോയതാണ് പിണറായി വിജയൻ എന്ന്. അപ്പോൾ ഭാഗ്യം ഇനി എന്താവും എന്നുള്ളത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ടീമാണ്. അതെ, അതാണ് മൈക്കിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പ് ചെയ്ത് ക്രൂര 3rd ഡിഗ്രിക്ക് ക്രൂര മർദ്ദനത്തിന് ഇരയാക്കിയ ആൾക്കാർ. അപ്പോൾ എന്തായാലും VSന്റെ അനുശോചനം നടന്നുകൊണ്ടിരിക്കുകയാണ്. VS എന്ന് പറയുന്ന 2 അക്ഷരം കേരളത്തിന്റെ രാഷ്ട്രീയ യവനികയ്ക്ക് പിന്നിലേക്ക് ഒരിക്കലും പോകില്ല. കാരണം അത് കാലമുള്ളിടത്തോളം കാലം ഈ പറയുന്ന ആചന്ദ്ര താരമുള്ള കാലത്തോളം നിലനിൽക്കുമെന്ന് പറയുന്നത് പോലെ. കാരണം ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു പേരാണ്. അത്രയേറെ സമരവീര്യങ്ങളുടെ പോരാട്ടങ്ങളുടെ ഒരു കരുത്താണ്. കാരണം നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് സമരവേദിയിലേക്ക് VS കടന്നു വരുമ്പോൾ ആ സമരത്തിൻ്റെ സ്വഭാവം മാറുന്നതും അത്ര നേരം ലാത്തിയും കൊണ്ട് നിന്ന പോലീസുകാരെല്ലാം ഒരു പടി പിറകിലേക്ക് മാറി നിൽക്കുന്നതും ആ ജുബൈറ്റ മനുഷ്യനെ കാണുമ്പോഴാണ്. കാരണം അതൊരു കരുത്താണ്, ഒറ്റയ്ക്കുള്ള ഒരു വൻ കരുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് VS സാധാരണക്കാർക്കിടയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതറിയാം. VSനെ പറ്റിയിട്ട് പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട്. അതായത് VSന്റെ ചെറുപ്പകാലത്ത് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ തുടങ്ങുന്ന സമയത്ത് VS നീന്തൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഷർട്ടും മുണ്ടും നനച്ച് ഇട്ടിട്ട് ഒരു തോർത്ത് കൊടുത്ത് VS കുളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുമായിരുന്നു. കാരണം ഒരു ജോഡി ഉടുപ്പേ ഉള്ളൂ, ഒരു ജോഡി വസ്ത്രമേ ഉള്ളൂ. അത് ഉണങ്ങിയിട്ട് വേണം എടുത്തുടുക്കാനായിട്ട് എന്നുള്ളത് കൊണ്ട് അത് നനച്ച് ചെടിപ്പടർപ്പിനൊക്കെ മുകളിലിട്ടിട്ട് VS അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അത്രയേറെ ദാരിദ്ര്യത്തിൽ അത്രയേറെ സാധാരണക്കാരനായി മരണം വരെയും സാധാരണക്കാരനായി ജീവിച്ച ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ള ഒരൊറ്റ കാരണം ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്ന സമ്പത്ത് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഹൃദയങ്ങളിലെ സ്നേഹം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അല്ലാതെ ഒരു തരത്തിൽ ഈ പറയുന്ന അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് IT കമ്പനി തുടങ്ങിയ ആൾക്കാരോ ഇല്ലെങ്കിൽ ഈ പറയുന്ന വിദേശത്ത് പോയി ചികിത്സിക്കാനോ ഒന്നും നോക്കാത്ത ഒരു സാധാരണക്കാരനായ സഖാവ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരാൾ. അദ്ദേഹം ഒരു ഈ പറയുന്ന പദവികളിലൊന്നും എത്താതെ ഇല്ലെങ്കിൽ വലിയ ഉയർച്ചയിൽ ഇത്ര സംസ്ഥാന ദേശീയ തലത്തിലേക്കൊക്കെ ഉയരാതെ ഇരുന്നിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരനായിട്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ ആ നാടിന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നു. ഒരു ഗ്രാമത്തിലെ മാത്രം ഒതുങ്ങിയെന്നാണ് ഗ്രാമത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ. അദ്ദേഹം ഒരു ജില്ലയിലായിരുന്നെങ്കിൽ ആ ജില്ലയിലെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ. അദ്ദേഹം സംസ്ഥാനത്തെ ഒട്ടാകെ നിന്നതുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ആകെ പ്രിയപ്പെട്ട മനുഷ്യനെ. പക്ഷേ സംസ്ഥാനവും കഴിഞ്ഞിട്ട് വീരവണക്കം വിളിച്ചുകൊണ്ട് തമിഴ്നാട്ടിലും ഈ പറയുന്ന ലാൽസലാം വിളിച്ചുകൊണ്ട് ആന്ധ്രയിലും കർണാടകയിലും എല്ലാം തന്നെ VSനെ അനുസ്മരിക്കുകയാണ്, അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ വിപ്ലവ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതം ധന്യമാകുന്നത് സ്വയം അർപ്പിക്കുന്നതിലൂടെയാണ്. കമ്മ്യൂണിസം ഒരു ഘട്ടം കഴിയുമ്പോൾ അതൊരു ആത്മീയ പ്രവർത്തനം കൂടിയായിട്ട് മാറും. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ മധുപാത്രം നുകർന്നു കഴിയുമ്പോൾ ഈ പറയുന്ന അഹങ്കാരത്തിൻ്റെ കിരീടം തലയ്ക്ക് കയറാതിരുന്നാൽ, അങ്ങനെ കയറുന്നവരെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമല്ലാതെ തൻ്റെ അംബാസഡർ കാറിൽ മാത്രം സഞ്ചരിക്കുന്ന, ഇതല്ലാതെ താൻ സ്വദേശിയാണ്, എനിക്ക് സ്വദേശി വാഹനം മതി എന്ന് നിലപാടെടുക്കുന്ന, കറുപ്പും വെള്ളയും ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഡോറും ലിഫ്റ്റും ഒന്നും വേണ്ട എന്ന് വെച്ച് സാധാരണക്കാരനായിട്ട് ഒരു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസഡർ കാറിൽ മുഖ്യമന്ത്രിയായി പോയ മനുഷ്യനാണ്, സഞ്ചരിച്ച ആളാണ്. മറ്റ് വാഹനങ്ങളൊന്നും ഉപയോഗിച്ചില്ല. അത് ഒരു ദൃഢനിശ്ചയമാണ്, തൻ്റെ രാഷ്ട്രീയ ബോധ്യമാണ്.
അതാണ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ കരുത്ത് നമ്മൾ വേറെയും കണ്ടിട്ടുണ്ട്. ഈ 102-ാം വയസ്സിലാണ് അദ്ദേഹം വിട പറയുന്നത്. ആ 102 വയസ്സ് വരെ ജീവിച്ചതെന്ന് പറഞ്ഞാൽ കൊടിയ മർദ്ദനങ്ങളേറ്റ ആളാണ്. നമുക്കറിയാം AKGയുടെ ആരോഗ്യം എങ്ങനെയാണ് പോയതെന്ന് പറഞ്ഞാൽ അതേ മർദ്ദനം കൊണ്ടാണ്. പക്ഷേ ആ മർദ്ദനത്തിനെ പോലും അതിജീവിക്കുന്ന ഒരു കരുത്ത് VSനുണ്ടായിരുന്നു, മാനസികമായും ശാരീരികമായും. ശബരിമല 84-ാം വയസ്സിൽ 2007 ഒറ്റയ്ക്ക് ഒരു സഹായവും കൂടാതെ നടന്നു കയറിയ ആളാണ്. ഈ പറയുന്ന പരിവാരങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ സുഖമായിട്ട് നടന്നു കയറി. ഡോളി ഉപയോഗിച്ച് പോകായിരുന്നു, ആംബുലൻസിൽ കയറി പോകുമായിരുന്നു. എന്തിനേറെ ഒരു SUV വിളിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറി പൊക്കൂടായിരുന്നു കേരള മുഖ്യമന്ത്രിയാണ്. അതൊന്നും വേണ്ട, ഞാൻ നടന്നു കയറുമെന്ന് പറഞ്ഞ് നടന്നു കയറിയ ആളാണ്. അത് 84-ാം വയസ്സിൽ. ആ കരുത്തിൻ്റെ പേരാണ് VS എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ കരുത്ത് ഈ ശബരിമല മാത്രമല്ല, പൂയംകുട്ടിയിൽ പോയപ്പോഴും അദ്ദേഹം അങ്ങനെയായിരുന്നു. അവിടെ നേരെ ചെന്നിട്ട് ആ പൂയംകുട്ടിയുടെ കയറ്റം കയറി മലയുടെ മുകളിൽ ചെല്ലുന്ന താഴെ ചെങ്കുത്തായ ഏലക്കാടുകളാണ്. അങ്ങോട്ടേക്ക് ഇറങ്ങണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഏലച്ചെടി കൊണ്ട് കൊടുത്തപ്പോൾ അത് വലിച്ചെറിഞ്ഞിട്ട് താഴേക്ക് സ്വയം ഇറങ്ങിപ്പോയ ആളാണ് VS. അവിടെ താഴെ ഇറങ്ങിപ്പോയി, ആ ചെങ്കുത്തിൽ ഇറങ്ങിപ്പോയി ഏലച്ചെടി പറിച്ചെടുത്ത ആളാണ്. അപ്പോൾ അതാണ് VS എന്ന് പറയുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ എന്ത് വന്നാലും മുന്നോട്ടേക്കില്ല എന്ന് പറയുന്ന. നമുക്കറിയാം മറയൂരും ഈ പറയുന്ന ചന്ദനമരങ്ങളുടെ കാര്യത്തിലൊക്കെ അവിടെ വനത്തിലേക്ക് ഈ പറയുന്ന ചന്ദന ഡിപ്പോകളിലേക്കൊക്കെ നേരിട്ട് ചെന്ന ആളാണ്. എന്നിട്ട് VS തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മണത്ത് നോക്കി, മൂക്കിനകത്തേക്ക് കയറ്റി മണത്ത് നോക്കി, ചന്ദനത്തിന് മണമില്ല. അപ്പോൾ ഈ നല്ല ചന്ദനമൊക്കെ എങ്ങോട്ട് പോകുന്നു, ഈ പറയുന്ന ചന്ദനത്തിൻ്റെയൊക്കെ നമ്മുടെ ഇവിടുത്തെ ഉപയോഗമൊക്കെ എങ്ങനെ നശിക്കുന്നു, അതിനെയൊക്കെ ആര് പരിപാലിക്കുന്നില്ല എന്നുള്ളതിനെ പറ്റി ഈ സർക്കാരിനെ ഇറങ്ങി നടന്ന് വലിച്ചു കീറി ഒട്ടിച്ച ഒരു മനുഷ്യരാണ്. ഉമ്മൻചാണ്ടി തോൽക്കുന്നതിന് ഒറ്റ കാരണം VS ആയിരുന്നു, ആ പറയുന്ന 2006 തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അത്രയും വലിയ കരുത്തായിട്ട് നിന്ന VS എന്ന് പറയുന്ന 2 അക്ഷരം കൊണ്ട് മാത്രം സംസ്ഥാനമാകെ CPM പടർന്നു പന്തലിക്കുകയാണ്. അന്ന് തൊട്ടാണ് ഈ പറയുന്ന പിണറായി വിജയൻ VS എന്ന് പറയുന്ന ദ്വന്ദ്വം രണ്ടായിട്ടിങ്ങനെ നിന്നുകൊണ്ട് കേരളത്തിന് ഏറ്റവും വിസിബിളായിട്ടുള്ള, നമുക്കറിയാമല്ലോ ബക്കറ്റിന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇരുവരെയും പുറത്താക്കിയ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇവർ തമ്മിൽ വാഗ്വാദങ്ങൾ നടക്കുന്നു, പേരെടുത്ത് പറയാതെ നടക്കുന്നു, പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പിന്നാലെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇരുവരെയും പുറത്താക്കുന്നു. അന്ന് ഇത് ഞാൻ വിലയിരുത്തിയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ ഇതൊരു ആകർഷക തന്ത്രമായിട്ടാണ്. അതായത് എനിക്ക് തോന്നുന്നില്ല പിണറായി ഇരുവരെയും പുറത്താക്കി. അന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു ആകർഷണ തന്ത്രമായിട്ടാണ്. അതായത് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത, നമുക്ക് രണ്ടുപേർക്കും വ്യക്തികൾക്ക് ഒരു പ്രാധാന്യവും നമ്മൾ നൽകുന്നില്ല, രണ്ടുപേരും നമ്മൾ പുറത്താക്കും, അങ്ങനത്തെ ഒരു പ്രസ്ഥാനമാണ് വലുതെന്നുള്ള ഒരു രീതിയിൽ. കാരണം അത്തരത്തിൽ ഞാനൊക്കെ വളരെ ആരാധനയോടെ ഈ ഒരു നീക്കത്തിനെ നോക്കിയിട്ടുണ്ട്, ഈ പോളിറ്റ് ബ്യൂറോ പുറത്താക്കുന്നത്. പക്ഷേ ഇതൊക്കെ പിന്നീടാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ ഒരു ഗിമ്മിക്കുകളാണ് എന്നുള്ള കാര്യം. VSന്റെ മന്ത്രിസഭയിൽ എല്ലാം ഉണ്ടായിരുന്ന കരുത്തന്മാരായ മന്ത്രിമാരായിരുന്നു. അതിപ്പോൾ G സുധാകരനായാലും തോമസ് ഐസക് ആയാലും MA ബേബി ആയാലും എല്ലാവർക്കും ഒരു ശക്തി ഉണ്ടായിരുന്നു. ഈ പറയുന്ന VSന്റെ കരുത്ത് എല്ലാവരിലേക്കും വ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടെയും ഗ്രൂപ്പും ഈ പറയുന്ന വിഭാഗീയതയും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് ഏതൊക്കെ മന്ത്രിമാർക്ക് എത്രയൊക്കെ ശക്തിയുണ്ട് നമുക്കറിയാം. നമുക്ക് മുഖ്യമന്ത്രിയുടെ ശക്തിയിൽ നിന്ന് എല്ലാവർക്കും 50% ശക്തി കുറവാണ്, ആ രീതിയിലാണ്. പക്ഷേ അന്ന് അങ്ങനെ ആയിരുന്നില്ല. VSന്റെ ഭരണകാലത്ത് അങ്ങനെ ആയിരുന്നില്ല. എല്ലാവർക്കും ക്യാബിനറ്റിന് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനമെടുക്കുന്നു എന്നതുപോലെ അല്ലായിരുന്നു അന്ന്. പിന്നെ പാർട്ടി പിണറായി വിജയൻ ഇപ്പോൾ എത്ര വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്? അതിനെപ്പറ്റി അറിയാമല്ലോ കൃത്യമായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് VSനെ മുഖ്യമന്ത്രിയായിട്ട് നിയമിച്ച് മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും പാർട്ടിയിൽ നിന്ന് KN ബാലഗോപാലിനെ സെക്രട്ടേറിയറ്റിലേക്കാണ് ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ. VS സ്റ്റിയറിങ് പിടിക്കുമ്പോഴത്തേക്കും ആ സ്റ്റിയറിങ് അങ്ങോട്ട് തിരിക്കണമെന്നുള്ളതിൻ്റെ കൺട്രോള് ബാലഗോപാലിൻ്റെ കയ്യിലായിരുന്നു. പാർട്ടി അങ്ങനെയാണ് നിയോഗിച്ചത്. ഇന്ന് പിണറായി വിജയൻ്റെ തീരുമാനമാണ് പൂർണ്ണമായിട്ടും നടപ്പിലാകുന്നത്. MV ഗോവിന്ദന് പോലും അതിനകത്ത് ഒരു ഇടപെടാനുള്ള ഒരു ധൈര്യമില്ല. പാർട്ടിക്ക് നിയന്ത്രണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുലവും കുറവാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ കരുത്തനായി നിന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ പാർട്ടി ഒതുക്കിയത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം VSന്റെ അത്രയേറെ കരുത്തിനെ, ആ ശക്തിയെ, ജനസമ്മതിയെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് 2016 അധികാരത്തിൽ വരുന്നു. അന്ന് VS മുഖ്യമന്ത്രിയാവുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അന്ന് VSന് വേണ്ടി പ്രകടനമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിനെയൊക്കെ നടപടിയെടുത്ത് പുറത്താക്കുകയും ആൾക്കാരെ ഒഴിവാക്കുകയും ചിത്രങ്ങളിലൊക്കെ VSന്റെ മുഖമാണ് പിണറായിയേക്കാൾ 10 ഇരട്ടി വലിപ്പത്തിൽ, എങ്കിൽ ഒരു 3 ഇരട്ടി 5 ഇരട്ടി വലിപ്പത്തിലൊക്കെ കൊടുത്തിരുന്നത് VSന്റെ മുഖമാണ്. അത് മാത്രമല്ല, നമുക്കറിയാവുന്നതാണ് 2011 ഇലക്ഷനിൽ ഒറ്റ സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ്
ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അന്ന് ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ LDF ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഘടകകക്ഷികളെ നടത്തിക്കൊണ്ട് വരാനൊക്കെ കഴിയുമായിരുന്നു. ഒരു സീറ്റല്ലേ, ഒരു സീറ്റ് 1-2 സീറ്റ്. അപ്പോൾ കുതിരക്കച്ചവടത്തിന് ഇല്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. മനസ്സിലായില്ല, അന്ന് പറഞ്ഞ നിലപാടെടുത്തതാണ്. എന്നിട്ട് കാരണം ഉണ്ടായിട്ട് പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീണ്ടും ഭരണ തുടർച്ച ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ ഉറപ്പായിരുന്നു ഒരിക്കൽ കൂടി VS മുഖ്യമന്ത്രിയാകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും LDF അധികാരത്തിൽ വരില്ല. പിന്നെ ഈ 2021 ആവണം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എത്താനെന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നേ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അന്ന് പ്രതിപക്ഷത്തെ പാർട്ടി ഇരിക്കാം, CPM പ്രതിപക്ഷത്തിരിക്കട്ടെ എന്ന് തീരുമാനിച്ചത്. പക്ഷെ അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി? വീണ്ടും ഇവിടെ അന്ന് കിട്ടേണ്ട ഭരണ തുടർച്ച ഇന്ന് കിട്ടി. പക്ഷെ ഇനി അതുണ്ടാകുമോ എന്നുള്ളതാണ് സംശയം. ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്ന് നമുക്കറിയാം. എന്തായാലും VSന്റെ അഭാവം, VS 2016 ശേഷം വളരെ ഈ പറയുന്ന പൊതുമണ്ഡലങ്ങളിൽ നിന്നെല്ലാം ഒതുങ്ങി നിന്നുവെങ്കിലും അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിട്ട് കുറച്ചാൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ആ ഒതുങ്ങി നിൽക്കലിൽ പോലും VSന്റെ അസാന്നിധ്യത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ VS പൂർണ്ണമായും വിട പറഞ്ഞു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വാക്വമുണ്ട്. ആ വാക്വം ലോകത്തെ എന്തുകൊണ്ടും നിറച്ച് ആ വാക്വത്തിനെ നികത്താൻ കഴിയില്ല. VS മായുമ്പോഴും VS തുടരുകയാണ്. അത് പിണറായി വിജയന് നേരെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ആ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. VSേ പോകുന്നുള്ളൂ. VSന്റെ ചോദ്യങ്ങളുണ്ട്, നിലപാടുകളുണ്ട്, ആദർശമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അത് CPMനെയും VS പിണറായിയെയും എല്ലാ കാലത്തും ചോദ്യം ചെയ്യും. കൃത്യമായ നേരത്ത് വേട്ടയാടേണ്ടടുത്ത് വേട്ടയാടുകയും ചെയ്യും.